ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ആശങ്കകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല റഷ്യൻ സന്ദർശനത്തെക്കുറിച്ചുള്ള US ഭരണകൂടത്തിന്റെ ആശങ്കകൾ ഇന്ത്യ അപ്പാടെ തള്ളിക്കളഞ്ഞു. ഒരു ബഹുധ്രുവ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തീരുമാനിക്കുന്നതിന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇന്ത്യ നൽകിയ മറുപടി. റഷ്യയുമായി ഇന്ത്യക്ക് വളരെ കാലത്തെ ബന്ധമാണുള്ളത്. ഉഭയകക്ഷി ബന്ധം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യങ്ങൾക്കുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ വിമർശനം ഇന്ത്യ തള്ളിയത്. ഇന്ത്യയുടെ നിലപാട് ശക്തവും വ്യക്തവുമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. US കോൺഗ്രസ് ഹിയറിംഗിനിടെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ വലിയ നിരാശയാണ് പ്രകടിപ്പിച്ചത്. മോദി റഷ്യ സന്ദർശനത്തിനായി തെരഞ്ഞെടുത്ത സമയവും അത് നൽകുന്ന സന്ദേശവും നിരാശയുണ്ടാക്കുന്നതാണെന്നായിരുന്നു പ്രതികരണം. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിനോട് പതിവ് മാധ്യമ സമ്മേളനത്തിൽ ലൂവിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പരസ്പര താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഇന്ത്യക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് പരസ്പര താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബഹുധ്രുവ ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളെ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നും ജയ്സ്വാൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ റഷ്യ ബന്ധത്തിന് നിരവധി വശങ്ങളുണ്ട്. മോദിയുടെ റഷ്യ സന്ദർശന വേളയിൽ ബന്ധങ്ങളുടെ സാമ്പത്തിക വശത്തിനും ഊന്നലുണ്ടായിരുന്നു. സന്ദർശന വേളയിൽ മോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും 2030 $100 ബില്യൺ അതിമോഹമായ വ്യാപാര ലക്ഷ്യം വെച്ചു. കൂടംകുളം പവർ പ്ലാന്റിലേക്കുള്ള റഷ്യൻ ക്രൂഡ്, വളം, ആണവ ഇന്ധനം എന്നിവയുടെ പ്രവചനാതീതവും ഉറപ്പു നൽകുന്നതുമായ വിതരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതും എടുത്തു പറയണം. ഉക്രൈൻ സംഘർഷത്തിന് യുദ്ധകളത്തിൽ പരിഹാരം കാണാനാകില്ല എന്നും തോക്കിന്റെ നിഴലിൽ സമാധാന ചർച്ചകൾ വിജയിക്കാനാകില്ല എന്നും മോദി പുടിനോട് പറഞ്ഞിരുന്നു. മോദി റഷ്യയിലെത്തിയ ദിവസം ഉക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ US-ന്റെ പ്രതികരണത്തിൽ ഇന്ത്യ കൃത്യമായ മറുപടിയാണ് നൽകിയത്. ഇന്ത്യ റഷ്യ ബന്ധം എക്കാലവും ശക്തമാണ്. അത് അങ്ങനെ തന്നെ തുടരുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യ ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ്. ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സ്തംഭമാണ് താനും. 2000 ഇന്ത്യ റഷ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഒപ്പുവെച്ചതിനു ശേഷം ഉഭയകക്ഷി ബന്ധത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും മെച്ചപ്പെടുത്തിയ സഹകരണത്തോടെ ഇന്ത്യ റഷ്യ ബന്ധം ഗുണപരമായി ഒരു പുതിയ സ്വഭാവം കൈവരിച്ചു. 2010 റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ തന്ത്രപരമായ പങ്കാളിത്തം പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ഇന്ത്യ റഷ്യ ബന്ധം വളരെ സുസ്ഥിരവും വളരെ ശക്തവും പരസ്പര പ്രയോജനകരമാണ് എന്നും അത് തന്ത്രപരമായ ഒത്തുചേരൽ, ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും മനസ്സിലാക്കണം. ഇന്ത്യ റഷ്യ പ്രതിരോധ സുരക്ഷാ സഹകരണം നോക്കുകയാണെങ്കിൽ പ്രതിരോധ മേഖലയിൽ റഷ്യയുമായി ദീർഘകാലവും വിശാലവുമായ സഹകരണം ഇന്ത്യക്കുണ്ട്. 2021 ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ 2+2 ഡയലോഗിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് 2021-2031 കരാർ ഒപ്പിട്ടത്. S-400 വിതരണം, T-90 ടാങ്കുകൾ, സുഖോയ് 30 MKI എന്നിവയുടെ ലൈസൻസ് ഉള്ള ഉൽപാദനം, MiG-29 കാമോവ് ഹെലികോപ്റ്ററുകൾ വിതരണം, അതേപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ തുടങ്ങിയവ ഉഭയകക്ഷി പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇനി ശാസ്ത്ര സാങ്കേതിക സഹകരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി എന്നിവയുടെ സ്ഥാപനങ്ങൾക്ക് മുൻ സോവിയറ്റ് യൂണിയന്റെ സഹായം നിർണായകമായിരുന്നു. ഇന്ന് ഇന്ത്യയും റഷ്യയും അടിസ്ഥാന ശാസ്ത്രം, മെറ്റീരിയൽ സയൻസ്, ഗണിതം, അത്യാധുനിക മേഖലകൾ എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ മറ്റ് രാജ്യങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്.